ജുജുത്സു കൈസൻ സീസൺ 2 എപ്പിസോഡ് 18 ആരംഭിക്കുന്നത് യുജിയെ കാണിച്ചുകൊണ്ടാണ്. ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടിക്കൊണ്ട് നടക്കുന്ന യുജി അവന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഓരോന്ന് ഓർക്കുന്നു. ശേഷം അടുത്ത സീൻ കാണിക്കുന്നത് നനാമി ഒരു കടൽ തീരത്തു കൂടി നടന്നു നീങ്ങുന്നത് കാണിച്ചുകൊണ്ടാണ്. തൊട്ടടുത്ത നിമിഷം പാതി വെന്ത ശരീരവുമായി നനാമി അണ്ടർഗ്രൗണ്ടിലൂടെ നടക്കുന്നത് കാണിക്കുന്നു. നനാമി നടന്നു പോകുന്നത് മഹീറ്റോ കാണുന്നു. സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന നനാമി വീണ്ടും ആ കടൽ തീരം ഓർക്കുന്നു. അപ്പോഴേക്കും കുറേ കേസുകൾ നനാമിക്ക് മുന്നിലേക്ക് വരുന്നു. തനിക്ക് മലേഷ്യയിൽ ഒരു ഒറ്റപ്പെട്ട ദ്വീപിൽ ഒരു വീട് വെക്കണമെന്നും വാങ്ങിവെച്ചിരിക്കുന്ന ബുക്കുകളെല്ലാം ഓരോന്നായി വായിക്കുമെന്നും പറയുന്നു. ശേഷം മാക്കിയും നവോബിറ്റോയും രക്ഷപ്പെട്ടോ എന്ന് ചിന്തിക്കുന്ന നനാമി താൻ ശരിക്കും ക്ഷീണിച്ചെന്ന് പറയുകയും കേസുകളെ ഓരോന്നായി വെട്ടിക്കൊല്ലുകയും ചെയ്യുന്നു. ഇതിനിടയിൽ നനാമി കടൽ തീരത്തിലൂടെ തിരമാലകൾ ആസ്വദിക്കുന്നത് ഓർക്കുന്നു. ശരീരം ക്ഷീണിച്ച് തളർന്നതുകൊണ്ട് കേസുകളുടെ അടികളൊക്കെ നനാമിക്ക് കൊള്ളുന്നു. വീണ്ടും എണീറ്റ് വന്ന് കേസുകളെയെല്ലാം നനാമി കൊല്ലുന്നു. അതിനിടയിലും നനാമി തന്റെ ആഗ്രഹങ്ങൾ ഓർക്കുന്നു. അതേസമയം അതുവഴി നടന്നു വരുന്ന യുജി ദൂരെ നിന്ന് തട്ടും മുട്ടും കേൾക്കുന്നതോടെ അങ്ങോട്ടേക്ക് ഓടുന്നു. ഓരോ കേസുകളെയും കേസ് ടൂൾ കൊണ്ട് നനാമി വെട്ടുന്നു. കൊണ്ടും കൊടുത്തും കേസുകളെ നനാമി കൊല്ലുമ്പോൾ പെട്ടെന്ന് നിശ്ചലനാവുന്നു. നീ ഇവിടെയും വന്നു എന്ന് നനാമി ചോദിക്കുമ്പോൾ നനാമിക്ക് പുറകിൽ നിൽക്കുന്ന മഹീറ്റോ നനാമിയുടെ ദേഹത്ത് തൊടുകയും ഞാൻ വന്നിട്ട് കുറച്ചു നേരമായെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോഴേക്കും അവിടേക്ക് സ്റ്റെപ്പ് ഇറങ്ങി യുജി വരുന്നു. ശേഷം മഹീറ്റോയും നനാമിയും നിൽക്കുന്നതും സംസാരിക്കുന്നതും കാണുന്നു. ശേഷം വീണ്ടും സംഭാഷണം തുടരുന്ന മഹീറ്റോ നമുക്കൊന്ന് ഇരുന്ന് സംസാരിച്ചാലോ എന്നും നമ്മൾ തമ്മിൽ 1-2 പ്രാവശ്യമല്ലേ കണ്ടുമുട്ടിയിട്ടുള്ളെന്നും പറയുന്നു. അതിനിടയിൽ മരിച്ചുപോയ ഹൈബാരയെ ഓർക്കുന്ന നനാമി അവസാനം താൻ എന്താണ് നേടിയതെന്നും എല്ലാത്തിൽ നിന്നും താൻ ഓടി ഒളിക്കുകയായിരുന്നെന്നും എങ്കിലും തിരിച്ചു വന്നെന്നും പറയുന്ന നനാമി ഇനി വയ്യെന്നും പറയുമ്പോൾ മഹീറ്റോ പുറകിൽ നിൽക്കുന്ന യുജിയെ കാണുന്നു. ശേഷം ഹൈബാരയുടെ ചിത്രം മനസ്സിൽ കാണുന്ന നനാമി യുജിയെ വിളിക്കുകയും ഇനി ബാക്കി നീ നോക്കിക്കൊള്ളണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ മഹീറ്റോയുടെ ടെക്നിക്കിൽ നനാമി പൊട്ടിത്തെറിക്കുന്നു. ഇത് കാണുന്നതോടെ യുജി മരവിച്ചു പോകുന്നു. ശേഷം മഹീറ്റോയോട് ദേഷ്യത്തിൽ വിളിച്ചലറുമ്പോൾ ഇങ്ങനെ കിടന്ന് തൊള്ള തുറക്കേണ്ടെന്ന് മഹീറ്റോ പറയുന്നു. അടുത്ത നിമിഷം യുജി മഹീറ്റോയ്ക്ക് നേരെ കുതിക്കുന്നു. മഹീറ്റോ ഒരു രൂപമാറ്റം വന്ന കേസിനെ ഉപയോഗിച്ചൊരു വോൾ ഉണ്ടാക്കുന്നു. ഇതോടെ യുജി രൂപമാറ്റം വന്ന മനുഷ്യനെ അടിക്കാൻ മടിക്കുന്നു. തക്ക സമയത്ത് കേസിനുള്ളിൽ നിന്ന് കൂർത്ത മുനകൾ യുജിക്ക് നേരെ തെറിക്കുന്നു. അതെല്ലാം യുജി കൈകൊണ്ട് അടിച്ചു കളയുന്നു. ശേഷം മഹീറ്റോ സോൾ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് യുജിയെ ആക്രമിക്കുന്നു. കേസിനെ യുജി കൈകൊണ്ട് തടയുമ്പോൾ കേസിനുള്ളിൽ നിന്ന് വരുന്ന മഹീറ്റോ യുജിയെ മുഖം ചേർത്ത് ഇടിച്ചു വിടുന്നു. തെറിച്ചു പോകുന്ന യുജി ഒരു തൂണിൽ ചെന്ന് ഇടിച്ചു നിൽക്കുമ്പോൾ മഹീറ്റോയുടെ ഇടിയിൽ നെറ്റി മുറിഞ്ഞതായി കാണുന്നു. വീണ്ടും കേസിനെ ഉപയോഗിച്ച് ആക്രമിക്കുന്ന മഹീറ്റോ ഇടയിലൂടെ യുജിയെ ആക്രമിച്ചെങ്കിലും യുജി ഒഴിഞ്ഞു മാറുന്നു. മുഖത്തിലൂടെ ചോര വാർന്നൊഴുകുന്ന യുജി മനുഷ്യരുടെ ജീവൻ വെച്ച് നിനക്ക് എങ്ങനെ പന്ത് കളിക്കാൻ തോന്നുന്നെന്ന് ചോദിക്കുന്നു. യുജിയുടെ ചോദ്യത്തെ കളിയാക്കുന്ന മഹീറ്റോ നീയും ഞാനും ഒരു വിധത്തിൽ ഒന്നാണെന്ന് പറയുന്നു. ആ സത്യം നീ മനസ്സിലാക്കാത്തിടത്തോളം എന്നെ തോൽപ്പിക്കാൻ നിനക്ക് പറ്റില്ലെന്ന് മഹീറ്റോ പറയുന്നു. ഇത് നിന്റെ അവസാന വാക്കാണെന്ന് പറയുന്ന യുജി ഞാനൊരു ജുജുത്സു സോസറാണെന്ന് കാണിച്ചു തരാമെന്ന് പറയുന്നു. ഇതോടെ മഹീറ്റോ കേസ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് കേസ് വോൾ വലുതാക്കുകയും മഹീറ്റോയും യുജിയും നിൽക്കുന്ന സ്ഥലത്തിന്റെ വീതി കുറയുകയും ചെയ്യുന്നു. മഹീറ്റോയും യുജിയും നേർക്കുനേർ നടന്നു വരുന്നു. അതിനിടയിൽ കേസ് വോൾ വലുതാകുകയും ഇരുവരും അതിനിടയിലൂടെ ഞെരുങ്ങി ഞെരുങ്ങി നടക്കുകയും ചെയ്യുന്നു. മഹീറ്റോ യുജിക്ക് നേരെ ടെക്നിക്ക് പ്രയോഗിക്കുന്നതിന് മുന്നേ യുജി മഹീറ്റോയെ ചവിട്ടി വിടുന്നു. ഒറ്റയടിക്ക് മഹീറ്റോയുടെ പാതി ബോധം പോയെങ്കിലും വീണ്ടും ടെക്നിക്ക് ഉപയോഗിച്ച് യുജിയെ ആക്രമിക്കുന്നു. മഹീറ്റോയുടെ ബ്ലേഡുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന യുജിയെ വീണ്ടും മഹീറ്റോ ആക്രമിച്ചെങ്കിലും ഒഴിഞ്ഞു മാറുന്ന യുജി മഹീറ്റോയെ ചവിട്ടാൻ ശ്രമിക്കുന്നു. അതും തടയുന്ന മഹീറ്റോ യുജിയെ കേസ്വാളിൽ നിന്ന് വരുന്ന കൈകൾ ഉപയോഗിച്ച് ഇടിക്കുന്നു. ഇടികൊണ്ടെങ്കിലും യുജി മഹീറ്റോയുടെ മുഖം നോക്കി ചവിട്ടി വിടുന്നു. കേസുകളുടെ കൈകൾ കേസ് എനർജി കൊണ്ട് വെട്ടിവിടുന്ന യുജി വോളിനിടയിലൂടെ മഹീറ്റോയുടെ അടുത്തേക്ക് എത്താൻ നോക്കിയെങ്കിലും വോൾ വികസിക്കുന്നത് കൊണ്ട് യുജി അതിനിടയിൽ ഞെരുങ്ങിപ്പോകുന്നു. അടുത്ത നിമിഷം കേസ് വോൾ പൊട്ടിച്ച് ഇരുവരും വെളിയിൽ വരുന്നു. പരിക്കൊന്നും പറ്റാതെ വരുന്ന യുജിയെ കാണുന്ന മഹീറ്റോ എന്നാൽ നമുക്ക് അടുത്ത റൗണ്ട് തുടങ്ങാമെന്ന് പറയുന്നു. കൈ ഒരു മെഷീൻ ഗൺ പോലെ ആക്കുന്ന മഹീറ്റോ യുജിക്ക് നേരെ വെടിയുതിർക്കുമ്പോൾ യുജി ഓടി മാറുന്നു. വീണ്ടും ടെക്നിക്ക് ഉപയോഗിച്ച് യുജിയെ ചവിട്ടി അരയ്ക്കാൻ മഹീറ്റോ നോക്കുമ്പോൾ യുജി മഹീറ്റോയ്ക്ക് നേരെ എന്തോ സാധനം വലിച്ചെറിഞ്ഞ ശേഷം നേരെ ലിഫ്റ്റിലേക്ക് കയറി B2യിലേക്ക് പോകുന്നു. ലിഫ്റ്റ് മുകളിൽ എത്തുന്നതിന് മുൻപേ മഹീറ്റോ യുജിയെ ആക്രമിക്കുന്നു. ശേഷം താഴെ നിന്ന് ലിഫ്റ്റിലേക്ക് ചാടി കയറി വരുന്ന മഹീറ്റോയെ യുജി കേസ് എനർജി കൊണ്ട് ഇടിക്കാൻ നോക്കിയെങ്കിലും മഹീറ്റോ മാറിക്കളയുന്നു. യുജിയുടെ ഇടി ഒഴിഞ്ഞു മാറിയ മഹീറ്റോ യുജിയെ ഇടിക്കാൻ ശ്രമിക്കുകയും ചുണ്ടൊരു കത്തിയാക്കി യുജിയെ കുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു.
മഹീറ്റോയെ ഇടിച്ചുവിടുന്ന യുജി മഹീറ്റോയുടെ അടിവയറ് നോക്കി ഇടിച്ചെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ച് ബോഡി സ്പ്ലിറ്റ് ചെയ്യുന്ന മഹീറ്റോ കൈ ഒരു കത്തിയാക്കി യുജിയെ ആഞ്ഞു വെട്ടാൻ നോക്കുന്നു. താഴേക്ക് പതിക്കുന്ന ലിഫ്റ്റിൽ നിന്നും യുജി ചാടിപ്പോവുകയും അടുത്തുള്ള ഫ്ലോറിലേക്ക് എത്തുകയും ചെയ്യുന്നു. ലിഫ്റ്റിൽ നിന്ന് യുജിക്ക് അടുത്തേക്ക് വരുന്ന മഹീറ്റോ യുജിയെ വീണ്ടും ഗണ്ണ് ഉപയോഗിച്ച് ആക്രമിക്കുമ്പോൾ ബുള്ളറ്റ് പോലെ വരുന്ന കേഴ്സിനെ യുജി ഇടിച്ചു തെറിപ്പിക്കുന്നു. യുജി നേരിട്ട് ആക്രമിക്കുന്നത് അപകടമാണെന്ന് വിചാരിക്കുന്ന മഹീറ്റോ തൽക്കാലത്തേക്ക് രൂപമാറ്റം വന്ന മനുഷ്യരെ ഉപയോഗിച്ച് യുജിയെ തളർത്താമെന്ന് വിചാരിക്കുന്നു. മഹീറ്റോയുടെ അടുത്ത് വിചാരിച്ചതിലും അധികം ട്രിക്കുകൾ ഉണ്ടെന്ന് ചിന്തിക്കുന്ന യുജി മഹീറ്റോയെ തപ്പിപ്പോകുമ്പോൾ നേരെ ചെന്നുപെടുന്നത് 2 മനുഷ്യരുടെ അടുത്താണ്. ഇവിടെ മുഴുവൻ ഭീകരജീവികളാണെന്നും ഇങ്ങോട്ട് വരാനും ആളുകളിൽ ഒരാൾ പറയുന്നു. ഷിബുയയിൽ ഒരിടവും സുരക്ഷിതമല്ലെന്ന് പറയുന്ന യുജി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ പറയുമ്പോൾ മനുഷ്യരിൽ ഒരാൾ പെട്ടെന്ന് കേഴ്സാകുകയും യുജിയെ ആക്രമിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് യുജിയെ അടിച്ച ആളിനുള്ളിൽ നിന്നും മഹീറ്റോ വെളിയിൽ വരികയും അടുത്തുള്ള മറ്റേ മനുഷ്യനെ ടെക്നിക്ക് ഉപയോഗിച്ച് ഒരു കത്തിയാക്കി മാറ്റുകയും ചെയ്യുന്നത് കാണുന്ന യുജി നിർത്താൻ ആവശ്യപ്പെടുന്നു. യുജിയെ മാനസികമായി തളർത്താനാണ് എളുപ്പമെന്ന് വിചാരിക്കുന്ന മഹീറ്റോ അഥവാ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ താൻ മറ്റൊരു വഴി കൂടി കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുമ്പോൾ ശേഷം ഒരു ഫ്ലാഷ് ബാക്കിൽ ജോഗോയും മഹീറ്റോയും ഡാഗണും ജോസോയും നിൽക്കുന്നത് കാണിക്കുന്നു. യുജിയെ കൊല്ലാൻ സമയമായെന്ന് മഹീറ്റോ പറയുമ്പോൾ ജോഗോ തടയുന്നു. പെട്ടെന്ന് മഹീറ്റോ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ശേഷം മഹീറ്റോ തൻ്റെ ക്ലോണിനോട് മുകളിലൊക്കെ യുജിയെ തിരയാനും താൻ അണ്ടർഗ്രൗണ്ടിൽ നോക്കാമെന്നും പറഞ്ഞു പോകുന്നു. ശേഷം ഷിബുയയിലെ ഒരു തെരുവിൽ മഹീറ്റോയുടെ ക്ലോൺ നൊബാറയെ കണ്ടുമുട്ടുന്നത് കാണിക്കുന്നു. മുഖത്തെ തുന്നലുകൾ ശ്രദ്ധിക്കുന്ന നൊബാറ നീയാണോ യുജിയെ ശല്യം ചെയ്യുന്ന കേസ് എന്ന് ചോദിക്കുന്നു. ഞാൻ അത്രയ്ക്ക് ഫേമസ് ആണോ എന്ന് മഹീറ്റോ ചോദിക്കുന്നു. മഹീറ്റോയുടെ ടെക്നിക്ക് സോളുകളെ ഉപയോഗിച്ചാണെന്ന് പറയുന്ന നൊബാറ മഹീറ്റോയെ ദേഹത്ത് തൊടാൻ അനുവദിക്കരുതെന്ന് ചിന്തിക്കുന്നു. ശേഷം ഗേഴ്സ് ടെക്നിക്ക് ഉപയോഗിച്ച് മഹീറ്റോയെ ആക്രമിക്കുന്നു. നൊബാറയുടെ ആണികൾ മഹീറ്റോയുടെ തലയിൽ തറച്ചു കയറുന്നു. എന്നെ തളയ്ക്കാൻ ഇതൊന്നും പോരെന്ന് പറയുന്ന മഹീറ്റോ നൊബാറയ്ക്ക് യുജിയുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇവളുടെ ശവശരീരം യുജിക്ക് മുന്നിലേക്ക് താൻ വലിച്ചിരിച്ചു കൊണ്ടുചെന്നാൽ യുജിയുടെ മനസ്സ് തകർക്കാൻ കഴിയുമെന്ന് മഹീറ്റോ ചിന്തിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ജുജുത്സു കൈസൻ സീസൺ 2 എപ്പിസോഡ് 18 അവസാനിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.